നമസ്കാരം. നിങ്ങൾ ബാങ്കിൽ നിന്നും ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ കുറഞ്ഞ EMI കാലാവധി വെച്ചുകൊണ്ട് പെട്ടെന്ന് ലോൺ അടച്ചു തീർക്കാനാണോ പ്ലാൻ? അതല്ലെങ്കിൽ കൂടുതൽ കാലാവധി വെച്ചുകൊണ്ട് കുറഞ്ഞ EMI അടക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടിരിക്കണം. പലപ്പോഴും ആളുകൾ പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്ന് പറയുന്നത് കാലാവധിയെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലാണ്. അതായത് തിരിച്ചടവ് കാലാവധി നിശ്ചയിക്കുന്ന ഒരു കാര്യത്തിൽ വലിയൊരു തെറ്റാണ് പലപ്പോഴും ലോൺ എടുക്കുന്ന ആളുകൾ വരുത്തി വെക്കുന്നത്. ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് വലിയൊരു ഫിനാൻഷ്യൽ ഡാമേജിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ആളുകൾ പേഴ്സണൽ ലോൺ എടുക്കുന്നത് അതിന്റെ പലിശ നിരക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പലിശ നിരക്ക് പരിശോധിച്ചുകൊണ്ടാണ്. ടോട്ടൽ ലോണിന്റെ കോസ്റ്റ് എത്രയാണ് എന്ന് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പിന്നീട് ലോൺ തിരിച്ചടക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിന്റെ ഫലമായി ഫിനാൻഷ്യൽ സ്ട്രെസ് അവർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പരിണിത ഫലം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പേഴ്സണൽ ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബാങ്ക് നിങ്ങളോട് പറയാത്ത ഹിഡൻ ആയിട്ടുള്ള ചില ചാർജുകൾ, ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അഥവാ റീപേയ്മെന്റിൽ എന്തെങ്കിലും മുടക്കം വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി, അതുപോലെ തന്നെ നിങ്ങൾ ഒരു വ്യക്തിഗത വായ്പ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കുന്നത് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് മാത്രമായിട്ട് ഉള്ളതാണ്. ഞങ്ങൾ ഏതെങ്കിലും ബാങ്കിനെയോ ഏതെങ്കിലും പ്രൊഡക്റ്റുകളെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഏത് ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ടും ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടിന്റെ സഹായം തേടുക. ബോസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാഷ്. സോ എന്താണ് വ്യക്തിഗത വായ്പ അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ എന്ന് പറയുന്നത്? അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളെയാണ് പേഴ്സണൽ ലോൺ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൊളാറ്ററലും ബാങ്കിന് കൊടുക്കേണ്ടതായിട്ടില്ല ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത്. വളരെ ചുരുക്കം ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ ബാങ്ക് നിങ്ങളുടെ പേഴ്സണൽ ലോൺ അപ്രൂവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗം ആളുകൾ പേഴ്സണൽ ലോൺ ഓപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിന്ന് കാണാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പലിശ നിരക്ക് വളരെ വളരെ കൂടുതലാണ്. 10 മുതൽ 12% വരെ അല്ലെങ്കിൽ 16-17% വരെയുള്ള പേഴ്സണൽ ലോണുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആളുകൾ അത് എടുത്തുകൊണ്ടും ഇരിക്കുന്നു. നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അവർ പറയുന്ന പലിശ നിരക്ക് 10-12% ആണെങ്കിൽ പോലും അതിന്റെ മൊത്തത്തിലുള്ള ചാർജുകളും എക്സ്ട്രാ ചാർജുകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് മൊത്തം പലിശ നിരക്കിൽ ഫലത്തിൽ വരുന്നത് 20-22% ഒക്കെ ആയിരിക്കും. EMI നോക്കുന്ന സമയത്ത് അത് ഏകദേശം മാനേജബിൾ ആയിരിക്കും, നമുക്ക് അടക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒരു ലോങ് റൺ, അതായത് ദീർഘകാലത്തേക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഭാരം അല്ലെങ്കിൽ അതിന്റെ ഒരു ബേർഡൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. സോ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ഈസി മണി അല്ല. പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടു കൂടിയും അതുപോലെ തന്നെ അറിവോടും കൂടെയും മാത്രമേ, അതായത് കൃത്യമായിട്ടുള്ള ധാരണ വെച്ച് പുലർത്താതെ ഒരിക്കലും നിങ്ങൾ വ്യക്തിഗത വായ്പ ചൂസ് ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ വ്യക്തിഗത വായ്പ എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി മാത്രം ലോൺ ചൂസ് ചെയ്യുന്നത്. അതായത് പലിശ നിരക്ക് ഏറ്റവും കുറവ് ഏതിനാണോ അത് നോക്കി മാത്രം ലോൺ തിരഞ്ഞെടുക്കുന്നത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ ഒരു ബാങ്കോ അല്ലെങ്കിൽ ബാങ്ക് ഇതര ഫിനാൻഷ്യൽ സ്ഥാപനമോ നമ്മളോട് പറയുന്നു 11% ഞങ്ങൾ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ തരാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുന്നു 11% എന്ന് പറയുന്നത് അത്ര മോശം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഒരു ഡീസന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ അത് ഓപ്റ്റ് ചെയ്തു. പക്ഷേ ടോട്ടൽ കോസ്റ്റ്, ലോണിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? പ്രോസസിംഗ് ഫീ, GST, ഡോക്യുമെന്റ് ചാർജസ്, ഇൻഷുറൻസ് ആഡ് ഓൺസ്, റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട പെനാൽറ്റി ഉണ്ടെങ്കിൽ അത്, ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ തുക നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു 3 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ, വ്യക്തിഗത വായ്പ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രോസസിംഗ് ഫീ എന്ന് പറയുന്നത് 3% ആയിരിക്കും. 3 ലക്ഷത്തിന് 3% പറയുന്നത് ഏകദേശം എത്രയാണ്? 9,000 രൂപ. 9,000 രൂപയോളം നിങ്ങൾക്ക് പ്രോസസിംഗ് ഫീക്ക് മാത്രമായിട്ട് പോകുന്നു. ഇനി അഥവാ GST ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും കൂടുന്നു. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ പോലും അതിന്റെ എഫക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് അത്ര കുറവായിരിക്കാൻ സാധ്യതയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അടുത്ത ഒരു പ്രധാനപ്പെട്ട തെറ്റ് ലോൺ എടുക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിഡൻ ചാർജസിനെ പറ്റി കൃത്യമായ ധാരണ ഇല്ലാതിരിക്കുക. അതായത് സാമ്പത്തിക സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ബാങ്കിന്റെ കുറെ ഹിഡൻ ആയിട്ടുള്ള ചാർജുകൾ ഉണ്ടാകും. അവർ നമ്മളോട് പറയാത്ത കുറെ എക്സ്ട്രാ ചാർജുകൾ അവർ ചെലുത്തുന്നുണ്ടാവും. കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഹിഡൻ ചാർജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പ്രോസസിംഗ് ഫീ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് 0.5% തൊട്ട് 5% വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രീ പേയ്മെന്റ് പെനാൽറ്റീസ് ഒരു 2% മുതൽ 5% വരെ ഉണ്ടാകും. ഇനി അഥവാ ലോൺ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, കുറച്ച് കാശ് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ ക്ലോസ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പെനാൽറ്റിയും കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അതായത് ഫോർ ക്ലോസർ ചാർജ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ EMI ബൗൺസ് ആവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട EMI ബൗൺസ് ചാർജുകൾ, അത് 500 മുതൽ 1000 രൂപ പ്ലസ് GST അടക്കമുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ EMI ലേറ്റ് ആവുകയാണെങ്കിൽ, അടക്കം ലേറ്റ് ആവുകയാണെങ്കിൽ അതിന്റെ ഒരു പെനാൽറ്റി 2%-ഓളം ഉണ്ടാവാം. അതിന്റെ ഒരു പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചില ബാങ്കുകളിൽ ലീഗൽ നോട്ടീസ് ചാർജുകളും അവർ ഈടാക്കും. ഇതൊക്കെ ഹിഡൻ ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള ഹിഡൻ ചാർജസ് ആണ്. നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാങ്കുമായിട്ട് അന്വേഷിക്കുക, ഇത്തരത്തിലുള്ള ഹിഡൻ ചാർജസ് നിങ്ങൾക്കുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളൊരു 2 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്ട്രാ ഹിഡൻ ചാർജ് എല്ലാം അടക്കം അത് ഏകദേശം 2,60,000-ഓളം രൂപയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോൺ എന്ന് പറയുന്നത് ജസ്റ്റ്
EMI മാത്രമല്ല, ഈ ഹിഡൻ ചാർജുകൾ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അടുത്ത ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ എലിജിബിലിറ്റിയും ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ലോണിന്റെ അപ്രൂവൽ, അതുപോലെ തന്നെ അതിന്റെ പലിശ നിരക്ക്, ലോണുമായി ബന്ധപ്പെട്ട ടേമുകൾ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് 750 അതിന് മുകളിലോ ആണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ 650 അതിൽ കുറവോ ആണെങ്കിൽ ലോൺ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിന്റെ പലിശ നിരക്ക് കൂടും, അതുപോലെ തന്നെ റിസ്ക്കും കൂടും. നമ്മളൊരു ലോണിനായിട്ട് ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഒരു പേഴ്സണൽ ലോണിനായിട്ട് ഒരു ബാങ്കിനെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള വരുമാനം നിങ്ങൾക്കുണ്ടോ, ലോൺ എടുക്കുന്ന ആൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള വരുമാനം ഉണ്ടോ, അതുപോലെ തന്നെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ എങ്ങനെയാണ് വരുന്നത്, അതായത് നിങ്ങളുടെ കടവും നിങ്ങളുടെ വരുമാനവും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ് വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിമാസ വരുമാനത്തിന്റെ 30% കൂടുതൽ നിങ്ങളുടെ EMI വരാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ. അടുത്തൊരു പ്രധാനപ്പെട്ട തെറ്റ് എന്ന് പറയുന്നത് ലോണിന്റെ കാലാവധി തെറ്റായിട്ട് തിരഞ്ഞെടുക്കുക. ലോണിന്റെ കാലാവധി സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ലോണിന്റെ ടെന്യൂർ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ചെറിയ കാലാവധിയിലേക്കാണ് ലോൺ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിന്റെ പരിണിത ഫലം? കൂടിയ EMI ഉണ്ടാകും, പക്ഷേ മൊത്തം കൊടുക്കുന്ന പലിശ നിരക്ക് കുറവായിരിക്കും. ഇനി അഥവാ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അതായത് കൂടിയ കാലാവധി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ EMI കുറയുമായിരിക്കും, പക്ഷേ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. 5 വർഷത്തെ കാലാവധിയുള്ള ഒരു പേഴ്സണൽ ലോൺ ചെറിയ കാലാവധിയുള്ള ഒരു ലോണിനേക്കാൾ കൂടിയ പലിശ നിരക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ നമ്മൾ കൂടിയ ടെന്യൂർ, കൂടിയ കാലാവധി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കംഫർട്ടിനാണെങ്കിൽ പോലും അത് വിദൂര ഭാവിയിൽ വലിയ ഫിനാൻഷ്യൽ ബേർഡൻ തന്നെ നമുക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങൾ എപ്പോൾ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും കുറഞ്ഞ ടെന്യൂർ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് എക്സ്ട്രാ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ലോൺ ക്ലോസ് ചെയ്യാൻ സാധ്യമാകും. പലിശ ഇനത്തിൽ വലിയൊരു തുക ലാഭിക്കാനും സാധ്യമാകും. പേഴ്സണൽ ലോൺ എടുക്കുന്ന ആളുകൾ കോമൺ ആയിട്ട് വരുത്തി വെക്കുന്ന തെറ്റുകളിൽ അടുത്ത ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രീ പേയ്മെന്റിനെ കുറിച്ചും ലോണിന്റെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചും ബാങ്കിനോട് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ലോൺ എടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾ ബാങ്കിനോട് ചോദിക്കുക, ഭാഗികമായിട്ടുള്ള പ്രീ പേയ്മെന്റുകൾ അവൈലബിൾ ആണോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഫൈനുകൾ ഉണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ലോൺ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലോണിന്റെ കാലാവധിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ ലോൺ ക്ലോസ് ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ലോഷർ ഫീ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ചില ബാങ്കുകളിൽ ലോൺ മുമ്പേ അടക്കുന്നതിനായിട്ട് അവർ ഫീസ് ഈടാക്കാറുണ്ട്. അത്തരത്തിൽ ഫീസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക. അതുപോലെ തന്നെ EMIയുടെ ഡേറ്റ് ഫ്ലെക്സിബിൾ ആണോ, EMIയുടെ ഡേറ്റ് ഇപ്പോൾ 5-ാം തീയതിയാണ് EMI അടക്കണം എന്ന് അവർ പറയുകയാണെങ്കിൽ അത് 6, 7, 8 ആയി കഴിഞ്ഞാൽ അതിന് ഫൈൻ വരുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാം. ചില ബാങ്കുകൾ ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കാണിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള FD അക്കൗണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബാങ്കിൽ ഉണ്ടെങ്കിൽ ആ ബാങ്ക് ചിലപ്പോൾ നിങ്ങളുടെ ലോണിന്റെ കാര്യത്തിൽ ചില ഫ്ലെക്സിബിലിറ്റി കാണിക്കാറുണ്ട്. സോ ഓൾവേസ് ഡു ദിസ് തിങ്സ്. അതായത് നിങ്ങൾ ലോൺ എടുക്കാൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ബാങ്കിനോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അഥവാ ആ ബാങ്ക് ഇത് സമ്മതിക്കുന്നില്ല, ഫോർക്ലോസറിന് ചാർജ് ഉണ്ട്, EMI ഫ്ലെക്സിബിൾ അല്ല എന്നൊക്കെയാണെങ്കിൽ മറ്റൊരു ബാങ്കിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ, ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി നിങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ബാങ്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും പോസിബിൾ ആണ്. നിങ്ങളുടെ റീപേയ്മെന്റ് റെക്കോർഡ്, അതായത് മുൻകാലത്ത് നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടച്ചു, അത്തരത്തിലുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡെറ്റ് ഹിസ്റ്ററി വളരെ നല്ലതാണെങ്കിൽ ബാങ്ക് ഓൾവേസ് വിൽ ബി ഓപ്പൺ ടു നെഗോഷിയേറ്റ്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്, ലോൺ എടുക്കുന്ന സമയത്ത്, പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴാണ്, ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് പേഴ്സണൽ ലോൺ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? മെഡിക്കൽ എമർജൻസി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക്, അതല്ല ഹോം റെനോവേഷൻ പോലെയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പേഴ്സണൽ ലോൺ എടുക്കാം. ഇനി അല്ല വെറുതെ ലക്ഷറി ആയിട്ടുള്ള ഒരു വാച്ച് വാങ്ങാൻ, ഒരു ഫോൺ വാങ്ങാൻ, ഒരു ട്രിപ്പ് പോകാനൊക്കെ പേഴ്സണൽ ലോൺ എടുക്കുന്നത് അത്ര ഓപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാക്സിമം ഇത്തരത്തിലുള്ള അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പേഴ്സണൽ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ EMI നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിന്റെ 30% കവിയരുത്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ലോണുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ആപ്പ് ബേസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ലോൺ പ്രൊവൈഡിംഗ് ആപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ആപ്പുകൾ ബേസ് ചെയ്ത് ലോൺ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-4 ബാങ്കുകൾ കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ പലിശ നിരക്ക്, അവരുടെ ഹിഡൻ ചാർജസ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു പേഴ്സണൽ ലോൺ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ പേഴ്സണൽ ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. അവർക്കും ഒരു ഇൻഫോർമേഷൻ അവർക്കും കിട്ടട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Boss Wala. Be the boss.